എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ ചില പ്രഗത്ഭ വ്യക്തികളുടെ സ്വകാര്യ ദുഃഖങ്ങളെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, നാം ലോകത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിസ്മയ കഥാപാത്രം ആയി മാറിയ ഫുട്ബോൾ താരം മെസ്സിയെക്കുറിച്ചാണ്. അദ്ദേഹം വളരെ ആഗ്രഹിച്ച ഒന്നായിരുന്നു ലോക കപ്പുമായി സ്വന്തം പിതാവിൻ്റെ മുന്നിലെത്തുക എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. അതേ ആഗ്രഹം പിതാവിനും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മകനെ ഒരു ഫുട്ബോൾ താരമായി കാണാൻ ആഗ്രഹിച്ച പിതാവായിരുന്നു മെസ്സിയുടെ അച്ഛൻ. അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അർജൻറ്റീനയിൽ നിന്നും സ്വന്തം മകനെയും കൂട്ടി സ്പെയിനിൽ ബാഴ്സലോണയിലെത്തി അദ്ദേഹത്തെ ഫുട്ബോൾ താരമായി പഠിപ്പിക്കാൻ വേണ്ടി ഒപ്പം നിന്ന് തിരിച്ച് അർജൻറ്റീനയിലെത്തുകയും അദ്ദേഹം ആ ലോകത്ത്, ആ ഫുട്ബോൾ എന്ന മാന്ത്രിക ലോകത്തേക്ക് കടന്നു പടിയായി എത്തി. ഇപ്പോൾ ജനകോടികളുടെ ഹൃദയത്തിൽ മെസ്സി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാം അറിയാം, മെസ്സിയെ അറിയാത്തവരായി ആരുമില്ല. എന്നാൽ മെസ്സിക്കുമുണ്ട് ചില സ്വകാര്യ ദുഃഖങ്ങൾ. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രോഗബാധിതനായ അച്ഛൻ്റെ മുന്നിൽ ലോക കിരീടവും ഏന്തി അച്ഛനെ കാണിക്കുക, അച്ഛനെ കാണുക. നിർഭാഗ്യവശാൽ 99% അദ്ദേഹം ആ ലോകകപ്പ് കിരീടം ഏറ്റുവാങ്ങുമെന്ന് കരുതിയെങ്കിലും 1% അത് സാധിക്കാതായിപ്പോയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസക്തി, അതായത് മെസ്സിയുടെ പ്രസക്തി ഇന്ന് ലോകമെമ്പാടും എല്ലാവരും സ്മരിക്കുന്നു. എന്നാൽ സ്വന്തം പിതാവ് രോഗബാധിതനായി പോലും പിതാവ് മോനോടുള്ള ആ ഒരു ആഗ്രഹം, മോൻ വലിയൊരു ഫുട്ബോൾ താരമാകണം, ആയി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ 99% അദ്ദേഹത്തിൻ്റെ മകനും ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ സാധിച്ചു. നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നാം എന്ത് തന്നെയായിരുന്നാലും 100% ഒരു വ്യക്തികൾക്കും നേടിയെടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് മെസ്സിയിൽ നിന്ന് നാം കണ്ടത്. അദ്ദേഹം എല്ലാം കീഴടക്കിയെങ്കിലും ഏറ്റവും കൂടുതൽ ലോകത്ത് മെസ്സിക്ക് പ്രിയം മെസ്സിയുടെ പിതാവിനെയും പിതാവിന് പ്രിയം മകനായ മെസ്സിയുമായിരുന്നു. ഇത് നാം കണ്ടറിയേണ്ടതാണ്. ഇന്നത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാരും മക്കളും ഒക്കെ ഇത് അറിയേണ്ട ഒരു വസ്തുതയാണ്. ഒരു പിതാവ് എത്ര കണ്ട് എന്തൊക്കെ ആഗ്രഹിക്കുന്നത് മക്കൾക്കറിയില്ലെങ്കിലും അത് തിരിച്ചറിയുന്ന മക്കൾ ഉണ്ടായിക്കൂടുന്നില്ല, ഉണ്ടാകും. യഥാർത്ഥത്തിൽ അവരാണ് ഈ ലോകത്ത് അതിശയങ്ങൾ ഉണ്ടാക്കുന്നത്. അവരാണ് ഓരോ വിസ്മയങ്ങളും മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കണം. അവരെ നല്ല രീതിയിൽ ഉയരങ്ങളിലെത്തിക്കണം. അതിന് എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധരായേണ്ടത് പിതാക്കന്മാരും. ഒപ്പം പിതാക്കന്മാരുടെ ആഗ്രഹം എന്താണെന്ന് അടുത്ത് അറിയേണ്ട ആ മക്കളുടെയും പ്രധാന ഒരു വിഷയമാണ്. എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും മക്കളെ വെറുതെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും കാണില്ല. ഒപ്പം മാതാപിതാക്കളാണ് തൻ്റെ സർവവുമെന്ന് ഏതൊക്കെ മക്കൾ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, അത് നടപ്പാക്കുന്നു. യഥാർത്ഥത്തിൽ അവർ
എപ്പോഴും പ്രസക്തിയിലേക്ക് അവർ ഉയരുകയുള്ളൂ. അവർക്കൊരിക്കലും ഒരു തോൽവി ഉണ്ടാകില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെസ്സിയിൽ കൂടി ഈ ലോകത്തിന് കാണാൻ സാധിച്ചത്. ആയതിനാൽ എൻ്റെ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് ചിന്തിക്കേണ്ടത്, ഒപ്പം മാതാപിതാക്കളും മക്കളുടെ ആഗ്രഹത്തിന് അതെന്താണെന്ന് കണ്ടറിഞ്ഞ് അതിനുള്ള സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ കൊടുക്കണം. ഒരിക്കലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പേരിൽ അഹങ്കരിക്കരുത്. പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടി ലോകത്തെ കാണാം, ഈ വലുതായിട്ട് കാണാം, എന്തും കാണാം, എന്തും സാധിക്കാം എന്നുള്ള ആഗ്രഹം നല്ലതാണെങ്കിലും ആ ആഗ്രഹം സഫലീകരിക്കാൻ മക്കളെ ആരുടെ മുന്നിലും പ്രവൃത്തികരിച്ച് കാണിക്കരുത്. ഓരോ മാതാപിതാക്കളും അവരുടെ ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക, അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുക, കുഞ്ഞുങ്ങളെ അങ്ങനെ മോൾഡപ്പ് ചെയ്തെടുക്കുക. ഇതിന് ഏറ്റവും പ്രധാനം വേണ്ടത്, എല്ലാ മാതാപിതാക്കളും ഒരിക്കലും തങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മറച്ചു വച്ച് മക്കളെ പഠിപ്പിക്കാനോ വലിയ നിലകളിലെത്തിക്കാനോ ശ്രമിക്കരുത്. മാതാപിതാക്കൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ മറ്റ് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ് സൗകര്യമുണ്ടെന്നും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അമിതമായ ആഗ്രഹം കുട്ടികളിൽ വളർത്താൻ മാതാപിതാക്കൾ ഒരു ഉപകരണം ആകരുത്. നമുക്കറിയാം, ഇപ്പോൾ പല കുട്ടികളും വീട്ടിൽ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാൻ അനുസരണശീലമില്ലാതെ അവരുടേതായ രീതിയിൽ പോകുമ്പോൾ പലരും പല അപകടങ്ങളിൽപ്പെടുന്നു, മരണമടയുന്നു. ഇത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ എടുത്താൽ നമുക്ക് കാണാം, അപകടം മൂലം മരണപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ കഷ്ടിച്ച് 17-18 വയസ്സായുള്ള കുട്ടികൾ അതിദാരുണമായി മരണപ്പെടുകയാണ്. അതിൻ്റെ പ്രധാന കാരണം, ഈ കുട്ടികൾ എല്ലാവരും തെറ്റുകാരെന്ന് പറയില്ല, പക്ഷേ എങ്കിലും തെറ്റുകൾ കാരണം തന്നെയാണ് പല അപകടങ്ങളും വരുത്തി വയ്ക്കുന്നത്. കാരണം ഒരു വണ്ടി കിട്ടിയാൽ അത് തങ്ങൾ മാത്രമല്ല, അതിൽ മാക്സിമം എത്ര പേര്, 2 പേരെയോ 3 പേരെയോ കയറ്റി യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചേരണം. അതിന് സ്പീഡ് കൂട്ടുകയാകുമ്പോൾ അപകടം കൂടുതൽ പതിയിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെടുന്നത്. കുട്ടികളും ഒന്നോർക്കുക, മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളെ അനുസരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവരോടൊപ്പം ചേർന്ന് അവർ പറയുന്ന നല്ല കാര്യങ്ങൾ കേട്ട് വളരുക. ഒപ്പം അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്കും ചിലപ്പോൾ തെറ്റായ മാർഗം അവരും ചിലപ്പോൾ സ്വീകരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ സന്ദേശം തരുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെയും സമാധാനമായി സൗമ്യമായി മാതാപിതാക്കൾ കാണിക്കുന്ന തെറ്റുകളെയും മക്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ മക്കൾ കാണിക്കുമ്പോൾ അതിൻ്റെ കുറിച്ച് മനസ്സിലാക്കാൻ മാതാപിതാക്കളും ശ്രമിക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, ഇതിനെല്ലാം ഒരു ഉദാഹരണമാണ് ഈ മെസ്സി എന്നുള്ള ഇതിഹാസ താരം. അച്ഛൻ്റെ ആഗ്രഹവും മകൻ്റെ ആഗ്രഹവും കോർത്തിണക്കി ഒന്നായി അവർ മുമ്പോട്ട് പോയപ്പോൾ അവർ ലോകത്തിന് ഇത്രയും കോടാനുകോടി ആൾക്കാരെ, ആരാധകരെ ഉണ്ടാക്കാൻ പറ്റി. അത് മെസ്സിയുടെ അച്ഛൻ്റെയോ കഴിവല്ല, മറിച്ച് അവരുടെ ഒത്തൊരുമ, അവരുടെ കൂട്ടായ്മ, അവരുടെ സ്നേഹം, അവരുടെ ദീർഘവീക്ഷണം അതുകൊണ്ട് മാത്രമാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വന്തം മകനോടൊപ്പം തൻ്റെ സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് നിന്ന ഒരു പിതാവാണ് മെസ്സിയുടെ പിതാവ്. അദ്ദേഹം അന്തരിച്ചു. ആ ദുഃഖം ഇന്നും മെസ്സിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. എല്ലാവർക്കും
ഒന്നായി മെസ്സിയുടെ ഫാദറിന് നമുക്ക് പ്രണാമം അർപ്പിക്കാം. മെസ്സിക്ക് ഇനിയും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും സഫലീകരിക്കാനുള്ള ശക്തിയും അദ്ദേഹത്തിന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈശ്വരനോടും കൂടി പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.